ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖല്ലേ? അപ്പോ എനിക്ക് അത്ര സുഖമല്ല. എനിക്ക് ജലദോഷവും ഇപ്പൊ ജലദോഷം മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് എന്തോ ഈ ജനുവരി ഈ ഒരു വർഷം തുടങ്ങിയപ്പോ തൊട്ട് ഫുള്ളായിട്ട് ഇങ്ങനെയാണ്. അപ്പോ ഇന്നത്തെ നമ്മുടെ പരിപാടികൾ നമ്മള് നമ്മുടെ സ്വന്തം കടയെ സ്റ്റുഡിയോയില് പോവാണ്. കുറെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അപ്പൊ കുറച്ച് പർച്ചേസ് ചെയ്യണം. അപ്പോ സ്റ്റുഡിയോയിലൊന്ന് പോണം. സ്റ്റുഡിയോയിൽ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടോന്ന് അറിയാലോ. അപ്പൊ അവിടെ വെള്ളിയാഴ്ചകളിലാണ് പുതിയ കളക്ഷൻസ് വരാറ് ഇവിടെ. നമുക്ക് ഇവിടെ എത്ര സ്റ്റുഡിയോ ഉണ്ട്? നിങ്ങളിവിടെ അടുത്ത് തന്നെയുള്ള കാക്കനാട് പോകുന്ന വഴിക്കുള്ള വള്ളത്തോളുള്ള ഒരു ഇത് വേറൊരു സ്റ്റുഡിയോയിൽ ഇവിടെ തന്നെ ഞങ്ങൾ കയറിയപ്പം അവിടെ അത്ര എനിക്ക് തോന്നുന്നു ഓരോ സ്റ്റുഡിയോയിലും ഓരോ കളക്ഷൻസ് ആണോ അതിങ്ങനെ പോകുന്നതനുസരിച്ച് ഞങ്ങള് സ്ഥിരം കയറുന്ന ഒരു സ്റ്റുഡിയോ ഉണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്, സ്പേഷ്യസ് ആണ്. ഒറ്റ ഒരു ഇതിൽ തന്നെ ഫ്ലോറിലാണ് എല്ലാം ഉള്ളത്. വേറൊരു സ്റ്റുഡിയോ കയറിയപ്പോ എനിക്ക് അത്ര കളക്ഷൻസ് തോന്നിയില്ല. അറിയില്ല, ചിലപ്പോ എന്താ തീർന്നതായിരിക്കും. പക്ഷെ അവിടെ എനിക്ക് പോയിട്ടൊരു തൃപ്തിയില്ല. ഇവിടെ തന്നെ പോയി ഒരു ഇതായതുകൊണ്ട് എപ്പോഴും ഇവിടെ പോണ ഇഷ്ടം. അപ്പോ സ്റ്റുഡിയോയിൽ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ടോ നമുക്കറിയാം, നോക്കണം. ഇപ്പൊ വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. ബാക്കി കഴിഞ്ഞ് പുതിയ വഴിയുണ്ട്. ഫ്രണ്ടിൽ ഫുള്ള് പാർക്ക് ചെയ്തിട്ടേക്ക. അപ്പൊ നമ്മള് ബാക്ക് സൈഡിൽ വെച്ചിട്ട് കയറും. നമ്മൾ സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നു. അപ്പൊ നമ്മള് എത്തിയ സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു കളക്ഷൻസ് പുതിയതൊന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഈ ഒരു ടൈപ്പ് ടീഷർട്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇൻബിൽറ്റ് ബ്രായ ആയിട്ടുള്ള ടീഷർട്സ് ഒക്കെ ഇല്ലേ, അത് ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒരു 2 കളർ ചേഞ്ചസ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ബ്ലാക്കും ഉണ്ടായിരുന്നു, പിന്നെ ഒരു ക്രീം കളറ്, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് വേറെ ഏതെങ്കിലും, എപ്പോഴും ഞാൻ ബ്ലാക്ക് എടുക്കുക, ബ്ലാക്കിന്റെ ടീഷർട്സ് ഞാൻ എടുത്തു മടുത്തു. അപ്പൊ വേറെ ഏതെങ്കിലും കളേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോ ഒന്നും കിട്ടിയില്ല. പിന്നെ പാൻറ്റിന്റെ ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ടീഷർട്സ് എനിക്ക് തോന്നി കുറെ കണ്ട് മടുത്ത ടൈപ്പ് ടീഷർട്സും ഷർട്ട്സ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ജീൻസും പിന്നെ ജോഗേഴ്സും അങ്ങനത്തെ ജീൻസ് ഒക്കെ കാര്യങ്ങൾ കുറെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടൈപ്പും ജോഗർ പാൻസും പിന്നെ നമ്മുടെ ഈ ഒരു ഇതില്ലേ കോഡ് സെറ്റിന്റെയും ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് കളർ ചേഞ്ചസും കളക്ഷൻസും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇതിപ്പോ ഒരു പുതിയതായിട്ട് വന്നതാന്ന് തോന്നി അവിടെ. ഈ ടീഷർട്ടിന്റെ ഉള്ളിൽ ഷർട്ട് പോലെ വരുന്നില്ല, ഫുൾ സ്ലീവ് വരുന്ന ഒരു അത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സസും വെസ്റ്റേൺ വെയർസ് ഒക്കെ ഉണ്ടായിരുന്നു. അതും കോമൺ ആയിട്ട് എപ്പോൾ പോയാലും സ്റ്റുഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയില്ല. പിന്നെ അങ്ങനെ കുറേ നോക്കി. സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും എടുത്തില്ലെങ്കിലും ഇങ്ങനെ ചുമ്മാ ഇതിക്കൂടി ഒക്കെ നടന്ന് ഇങ്ങനെ ഓരോന്ന് കാണുന്ന തന്നെ ഒരു സന്തോഷല്ലേ ഗേൾസിന്. അങ്ങനെ കുറേ നടന്നു. പിന്നെ ഞാനൊരു ക്യാമിസോൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ഇൻബിൽറ്റ് ബ്രായുള്ളൊരു ക്യാമിസോളായിരുന്നു. അത് നല്ലതായിരുന്നു. പിന്നെ അതാണ് ഞാൻ എടുത്തത്. പിന്നെ എനിക്കൊരു ലിപ്സ്റ്റിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ലിപ്സ്റ്റിക്ക് നമുക്ക് കുറേ ലിപ്സ്റ്റിക്ക് കാണുമ്പം എല്ലാം ഒന്ന് നോക്കണമല്ലോ. ഞാൻ ഇട്ട് നോക്കില്ല, ഞാൻ കയ്യിൽ ഇങ്ങനെ സ്വാച്ച് ചെയ്ത് നോക്കും ലിപ്സ്റ്റിക്ക് ഷെയ്ഡ് മാച്ച് ആണോ എന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെ ഞാൻ ഈ ഒരു ഷെയ്ഡ് ഞാൻ ആദ്യം എടുത്തു കേട്ടോ. നോക്കി, അത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അതിനെക്കാട്ടും കുറച്ചുകൂടെ നല്ല ഷെയ്ഡ് ഉണ്ടോ നോക്കിയപ്പം ഈ ഒരു ഷെയ്ഡ് എനിക്ക് പിന്നെയും കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നി. ഇതൊരു എന്താ പറയുക, ഒരു പിങ്ക് കൈൻഡ് ഓഫ് കളറായിരുന്നു. അപ്പം അത് വലിയ കുഴപ്പമില്ല, അത് മാറ്റി വെച്ചിട്ടുണ്ട്, പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു.
എല്ലാം ഞാൻ ഇട്ട് നോക്കും കേട്ടോ. ഞാൻ ലിപ്സിൽ ഇടൂല, അല്ലാതെ കയ്യിലെല്ലാം ഞാൻ സ്വാച്ച് ചെയ്തിടും. ഇതാണ് കേട്ടോ ഞാൻ എടുത്ത ലിപ്സ്റ്റിക്ക്. ഈ ഒരു ഷെയ്ഡ് ഒരു എന്താ, ഞാൻ ആ ഷെയ്ഡിന്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു പിങ്ക് കളർ വരുന്ന ഒരു ഷെയ്ഡാണ്. അപ്പം അത് എനിക്കിഷ്ടപ്പെട്ടു. കുഴപ്പമില്ല. അതെനിക്ക് ഒന്ന് 200 രൂപയും കണ്ടായിരുന്നു തോന്നുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് ഒരു ഷിമ്മറി ടൈപ്പ് അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്ക്. അത് ഞാൻ എടുത്തു. പിന്നെ അഭിയേട്ടനാണ് ഇത്തവണ കോളടിച്ചിട്ടോ. അഭിയേട്ടന് എന്താ ടീഷർട്സ് കിട്ടി. പിന്നെ ഞാൻ ചെരുപ്പൊക്കെ നോക്കി, പക്ഷെ കിട്ടിയില്ല. അപ്പൊ ഗൈസ് ഞങ്ങൾ സ്റ്റുഡിയോന്ന് ഇറങ്ങി. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. എനിക്ക് അഭിയേട്ടന് എടുത്തു. ഞാനൊരു ലിപ്സ്റ്റിക് എടുത്തു. പിന്നൊന്നും ഒരു ക്യാംസോള് കൂടെ എടുത്തു. പിന്നെ എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ സ്ലീവ്ലെസ് നോക്കി പോയതായിരുന്നു. അപ്പൊ നോക്കുമ്പോ എല്ലാം സ്ലീവ്. പിന്നെ വേണ്ടാന്ന് വെച്ചു. നമ്മൾ ഇഷ്ടപ്പെടാതെ എടുത്തിട്ട് പിന്നെ കാര്യമില്ലല്ലോ. അപ്പൊ ഞാന് അഭിയാണാണ് ഇപ്രാവശ്യം കോൾ അടിച്ചത്. അല്ല കേട്ടോ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇല്ല വൈറ്റ് തന്നെ എത്ര മാറ്റി. അഭിയാണ കിട്ടി. കളക്ഷൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല. പിന്നെ ഇനിയിപ്പോ ഓൺലൈനിൽ നോക്കിയിട്ട് മേടിക്കാന്ന് വിചാരിച്ചു. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം.